രഘു ഒരു ജമീന്ദാരായിരുന്നു. അയാൾ തൻ്റെ ഗ്രാമത്തിൽ ഒരു വലിയ മാളിക പണി കഴിച്ചു. വലിയ നഗരത്തിൽ പോലും അങ്ങനെയൊരു മാളിക കാണുകയില്ല. പുറത്തുനിന്ന് പലരും ആ മാളിക കാണാൻ വന്നുകൊണ്ടുവരുന്നു. ജമീന്ദാർ തൻ്റെ വയലിൽ ഉണ്ടാകുന്ന ധാന്യങ്ങളെല്ലാം തൻ്റെ പണ്ടകശാലയിൽ തന്നെ പൂട്ടിവെക്കുകയായിരുന്നു പതിവ്. ജോലിക്കാർക്ക് പോലും ധാന്യം അയാൾ സ്വയം അളന്നാണ് കൊടുക്കാറുള്ളത്. പണ്ടകശാല അയാൾ തന്നെ പൂട്ടി താക്കോൽ സൂക്ഷിച്ചു വന്നു. ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലുള്ള 3 പേർ രഘുവിൻ്റെ വീട് കാണാൻ വന്നു. ആ സമയം രഘു തൻ്റെ ജോലിക്കാർക്ക് ധാന്യം അളന്നു കൊടുക്കുകയായിരുന്നു. അളന്നു കൊടുക്കുമ്പോൾ താഴെ വീണ 2 അരിമണികൾ രഘു വളരെ സൂക്ഷിച്ചെടുത്ത് വീണ്ടും പണ്ടകശാലയിലേക്കിട്ടു. ഇതു കണ്ട് വന്നവരിൽ ഒരാൾ തമാശയായി പറഞ്ഞു, "അങ്ങ് അരി സ്വർണം പോലെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്." വന്നവർക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകാൻ അദ്ദേഹം മറന്നില്ല. അവരെ ജമീന്ദാർ സദ്യയ്ക്ക് ക്ഷണിച്ചു. സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന വാസന വന്നവരുടെ നാവിൽ വെള്ളം മുറിച്ചു. രഘു അവരെ ഉണ്ണാൻ വിളിച്ചു. ഉണ്ണാൻ ഇരുന്നവർക്ക് ആശ്ചര്യം തോന്നി. ഇലയിൽ കൂമ്പാരം പോലെ സ്വർണ്ണ നാണയങ്ങളാണ് വിളമ്പിയത്. രഘു പറഞ്ഞു, "അരിയേക്കാൾ വിലപിടിപ്പുള്ള സ്വർണം താങ്കൾ ഭക്ഷിച്ചാലും?" വന്നവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവർ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു. സദ്യ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലഗ്നം സദാ ഭവതു മാതരിദം തവാർത്ഥം തേജ പരം ബഹുളകുങ്കുമപങ്കശോണം ഭാസ്വൽ കിരീടമൃതാംശുകലാവതംസം മധ്യേ ത്രികോണനിലയം പരമാമൃതാർദ്രം. ഹേ മാതാ, എൻ്റെ അമ്മേ. ബഹുള കുങ്കുമപങ്കശോണം, കുങ്കുമപ്പൊടി ധാരാളമായി കുഴച്ചു വച്ചിരിക്കുന്നതുപോലെ ചുവപ്പു നിറത്തിലുള്ളതും, ഭാസ്വൽ കിരീടം ശോഭിക്കുന്ന കിരീടത്തോടുകൂടിയതും, അമൃതാംശുകലാവതംസം ചന്ദ്രക്കലയാകുന്ന ശിരസിലെ അലങ്കാരത്തോടുകൂടിയതും, പരമാമൃതാർദ്രം പരമാനന്ദമാകുന്ന അമൃതം കൊണ്ട് ആർദ്രമായും, മധ്യേ ത്രികോണനിലയം ത്രികോണചക്രത്തിൻ്റെ മധ്യബിന്ദു വാസസ്ഥാനം ആയിട്ടുള്ളതുമായ തവ അമ്മയുടെ ഇതം അർത്ഥം ഈ പകുതി കലാസ്വരൂപമായ പരം തേജ പരം ജ്യോതിസ് അതായത് പരബ്രഹ്മസ്വരൂപം സദാ എല്ലായ്പ്പോഴും മേ ഹൃദി അടിയൻ്റെ ഹൃദയമാകുന്ന കമലത്തിൽ ലഗ്നം ഭവതു പറ്റിച്ചേർന്നതായി ഭവിക്കണമേ. അല്ലയോ എൻ്റെ അമ്മേ ദേവി, കുങ്കുമപ്പൊടി ധാരാളം കുഴച്ചു വച്ചതുപോലെ ചുവപ്പു നിറത്തോടും ശോഭിക്കുന്ന കിരീടം ധരിച്ചിട്ടുള്ളതും, പരമാനന്ദാമൃതത്തിൽ ആർദ്രമായും ത്രികോണചക്രത്തിൽ വസിക്കുന്നതുമായ അമ്മയുടെ അർത്ഥകലാസ്വരൂപമായ പരം ജ്യോതിസ് അതായത് പരബ്രഹ്മസ്വരൂപം അടിയൻ്റെ ഹൃദയകമലത്തിൽ എപ്പോഴും ചേർന്ന് സ്ഥിതി ചെയ്യണമേ. ശ്രീചക്രത്തിൽ കുടികൊള്ളുന്ന ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവിയാകുന്ന പരബ്രഹ്മസ്വരൂപിണി അമ്മ എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകം. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം ഗുദത്തിനും ലിംഗത്തിനും മധ്യഭാഗത്തായി സുഷുമ്നാനാഡിയുടെ അഗ്രഭാഗത്ത് 4 ദളങ്ങളുള്ള താമരയുടെ രൂപത്തിലാണ് മൂലാധാര ചക്രമുള്ളത്. 6 ആധാരങ്ങളിൽ ഏറ്റവും അടിയിൽ മറ്റാധാരങ്ങൾക്കെല്ലാം മൂലമായിട്ടുള്ളതുകൊണ്ട് ഈ ചക്രത്തിന് മൂലാധാര ചക്രം എന്ന പേരുണ്ടായി. സാകിനി എന്ന രൂപത്തിൽ ശ്രീ ലളിതാ പരമേശ്വരി ദേവി ആ താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള മൂലാധാര ചക്രത്തിൻ്റെ കർണികയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് കുണ്ഡലിനി രൂപത്തിൽ പരാശക്തി ഉറങ്ങിക്കിടക്കുന്നതും.
അതുകൊണ്ടാണ് മൂലാധാരാംബുജാരൂഢ എന്ന് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 514 മന്ത്രമായി അമ്മയെ സ്തുതിക്കുന്നത്. മൂലാധാര പത്മത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നവൾ 514 മുതൽ 520 വരെയുള്ള 7 മന്ത്രങ്ങൾ സാകിനി എന്ന ഭാവത്തിലുള്ള അമ്മയെക്കുറിച്ചുള്ളവയാണ്. ഈ ഭാവത്തിലുള്ള അമ്മയുടെ രൂപം ഇപ്രകാരമാണ്. മൂലാധാരസ്ഥ പത്മേ ശ്രുതിദലലസിതേ പഞ്ചവക്ത്രാം ത്രിനേത്രാം ധൂമ്രാഭാം അസ്ഥി സംസ്ഥാം സൃണിമപി കമലം പുസ്തകം ജ്ഞാനമുദ്രാം ബിഭ്രാണാം ബാഹുദണ്ഡൈ സുലലിതവരദാം പൂർവശക്ത്യാവൃതാം താം മുദ്ഗാന്നാസക്തചിത്താം മധുമദമുദിതാം സാകിനീം ഭാവയാമി. മൂലാധാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന സാകിനി എന്ന ഭാവത്തിലുള്ള അമ്മയ്ക്ക് പുകയുടെ നിറമാണ്. 3 കണ്ണുകൾ വീതമുള്ള 5 മുഖങ്ങളാണ് അമ്മയ്ക്കുള്ളത്. ആനത്തോട്ടിയും താമരയും പുസ്തകവും ജ്ഞാനമുദ്രയും അവിടുത്തെ കൈകളിൽ കാണാം. സൗമ്യമായ മനസ്സുകളുള്ള വരദ തുടങ്ങിയ ദേവിമാർ അമ്മയ്ക്ക് ചുറ്റുമുണ്ട്. മദ്യപാനം കൊണ്ടുള്ള മദം കൊണ്ട് ഉന്മത്തയാണ് അവിടുന്ന്. ചെറുപയർ ചേർത്ത ആഹാരമാണ് അമ്മയ്ക്കിഷ്ടം. ഇങ്ങനെയുള്ള രൂപത്തിൽ 4 ദളങ്ങളുള്ള താമരയുടെ ആകൃതിയിലുള്ള മൂലാധാര ചക്രത്തിൻ്റെ കർണികയിലായി അമ്മ വിരാജിച്ചരുളുന്നു. ഇപ്രകാരമാണ് സാകിനി രൂപത്തിലുള്ള അമ്മയെ ധ്യാനിക്കേണ്ടത്. ഓം മൂലാധാരാംബുജാരൂഢായൈ നമഃ. ഓം ഹ്രീം മൂലാധാരാംബുജാരൂഢായൈ നമഃ. 5 മുഖങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മയെ പഞ്ചവക്ത്ര എന്ന് അടുത്ത മന്ത്രമായി സ്തുതിക്കുന്നു. 5 മുഖങ്ങൾ ഉള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. മൂലാധാരം ഭൂമിയുടെ തത്വമാണ്. ലം ആണ് ബീജാക്ഷരം. പൃഥ്വി തത്വത്തിൽ അതിന് കാരണമായ മറ്റ് 4 ഭൂതതത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്. അഗ്നി, ആകാശം, വായു, ജലം എന്നീ 4 തത്വങ്ങൾ. അതുകൊണ്ട് സാകിനി ദേവിക്ക് 5 മുഖങ്ങൾ എന്ന് പറയുന്നു. ഓം പഞ്ചവക്ത്രായൈ നമഃ. ഓം ഹ്രീം പഞ്ചവക്ത്രായൈ നമഃ. അസ്ഥി എന്ന ധാതുവിൻ്റെ ദേവതയാണ് സാകിനി ദേവി. അതുകൊണ്ട് അടുത്ത മന്ത്രം അസ്ഥി സംസ്ഥിത എന്നതാണ്. അസ്ഥി എന്ന ധാതുവിൽ വസിക്കുന്നവൾ അഥവാ അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇങ്ങനെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഓം അസ്ഥി സംസ്ഥിതായൈ നമഃ. ഓം ഹ്രീം അസ്ഥി സംസ്ഥിതായൈ നമഃ. ആനയെ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന തോട്ടിയാണ് അങ്കുശം. അമ്മയുടെ ഒരു കൈയിലുള്ളത് ആ തോട്ടിയാണ്. മറ്റു ഹസ്തങ്ങളിൽ ജ്ഞാനമുദ്ര, താമര, പുസ്തകം എന്നിവയാണുള്ളത്. അതുകൊണ്ട് അങ്കുശാദിപ്രഹരണ എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു. അങ്കുശം തോട്ടിയാണ്. ആദി എന്ന പദം കൊണ്ട് അമ്മയുടെ മറ്റ് 3 കൈകളിൽ ഉള്ളവയെ സൂചിപ്പിക്കുന്നു. അജ്ഞാനത്തെ നീക്കി വിദ്യ പ്രദാനം ചെയ്യുന്നവയാണ് ജ്ഞാനമുദ്രയും പുസ്തകവും. താമര മനഃശാന്തിയെയും സൂചിപ്പിക്കുന്നു. അങ്കുശാദികളായ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അങ്കുശം, താമര, പുസ്തകം, ജ്ഞാനമുദ്ര എന്നിവ 4 തൃക്കൈകളിൽ ധരിച്ചിട്ടുള്ളവൾ, അവ കൊണ്ട് പ്രഹരിക്കുന്നവൾ. ഓം
അങ്കുശാദിപ്രഹരണായൈ നമഃ. ഓം ഓം ഹ്രീം അങ്കുശാദിപ്രഹരണായൈ നമഃ. മൂലാധാര ചക്രത്തിന് 4 ദളങ്ങളുണ്ട്. അവയിലെ ലിപികൾ വ, ശ, ഷ, സ എന്നിവയാണ്. ഈ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരുകൾ ഉള്ള അക്ഷരദേവതകളാണ് ഈ ദളങ്ങളിൽ കുടികൊള്ളുന്നത്. അവരുടെ പേരുകൾ വരദ, ശ്രീ, ഷണ്ഠ, സരസ്വതി എന്നിങ്ങനെയാണ്. ആധാരചക്രത്തിലെ കർണികയിൽ കുടികൊള്ളുന്ന സാകിനി ദേവിയെ സേവിച്ചുകൊണ്ട് ഈ യോഗിനിമാർ ഓരോ ദളങ്ങളിലായി നിലകൊള്ളുന്നു. അതുകൊണ്ട് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി വരദാദിനിഷേവിത എന്ന് അമ്മയെ സ്തുതിക്കുന്നു. വരദ തുടങ്ങിയ ശക്തികളാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഓം വരദാദിനിഷേവിതായൈ നമഃ. ഓം ഓം ഹ്രീം വരദാദിനിഷേവിതായൈ നമഃ. മുദ്ഗം ചെറുപയറാണ്, ഓദനം ചോറ്. അതുകൊണ്ട് മുദ്ഗൗദനം എന്നതിന് ചെറുപയർ ചേർത്ത ചോറ് എന്നാണ് അർത്ഥം. അമ്മയ്ക്കിത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം വരുന്ന മന്ത്രമാണ് അടുത്തത്. മുദ്ഗൗദനാസക്ത ചിത്ത എന്നതാണ് മന്ത്രം. മുദ്ഗൗദനത്തിൽ ആസക്തമായ ചിത്തമുള്ളവൾ, ചെറുപയർ ചേർത്ത അന്നം ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. എങ്ങനെയാണ് അമ്മയ്ക്ക് നിവേദ്യം തയ്യാറാക്കേണ്ടത് എന്നുകൂടി പറയാം. 32 നാഴി അരി, അതിൻ്റെ പകുതി അതായത് 8 നാഴി ചെറുപയർ, 8 നാഴി ശർക്കര, 8 നാളികേരം, കുരുമുളക് 2 നാഴി, ഇന്ദുപ്പ് നാഴി, ജീരകം നാഴിയിൽ പകുതി അതായത് ഉരി, കുരുമുളക് പൊടിച്ചും നാളികേരം ചിരകിയതും ചേർത്ത് പശുവിൻ പാലിൽ ഇളം ചൂടിൽ പാകം ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കുന്ന അന്നമാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. ഓം മുദ്ഗൗദനാസക്ത ചിത്തായൈ നമഃ. ഓം ഓം ഹ്രീം മുദ്ഗൗദനാസക്ത ചിത്തായൈ നമഃ. സാകിന്യംബാ സ്വരൂപിണി. അടുത്ത നാമമന്ത്രമാണിത്. സാകിനി എന്ന അംബയുടെ രൂപം ധരിച്ചവൾ, സാകിനി എന്ന അസ്ഥിയോഗിനിയുടെ സ്വരൂപത്തോടു കൂടിയവൾ, സാകിനി യോഗിനിയുടെ സ്വരൂപത്തോടു കൂടിയ അമ്മ. ഇങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഓം സാകിന്യംബാ സ്വരൂപിണ്യൈ നമഃ. ഓം ഓം ഹ്രീം സാകിന്യംബാ സ്വരൂപിണ്യൈ നമഃ. മൂലാധാര അംബുജാരൂഢ പഞ്ചവക്ത്ര അസ്ഥി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത മുദ്ഗൗദനാസക്ത ചിത്ത സാകിന്യംബാ സ്വരൂപിണി എന്നിങ്ങനെയുള്ള സാകിനി ദേവിയുടെ 7 മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സാകിനി എന്ന ഭാവത്തിലുള്ള ദേവി അറിവിൻ്റെ ദേവത കൂടിയാണ്. അമിതമായ ക്രോധത്തെ നിയന്ത്രിക്കുവാനും വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അമ്മയെ ഉപാസിക്കുന്നവർക്ക് കഴിയുന്നു. ഈ മന്ത്രങ്ങൾ 7 എണ്ണവും ധ്യാനമന്ത്രവും 7 പ്രാവശ്യം എഴുതി കൈവശം സൂക്ഷിക്കുക. ദിവസവും 1 പ്രാവശ്യമെങ്കിലും ജപിക്കുക. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും പരാജയമുണ്ടാവില്ല. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും എപ്പോഴും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.